ഡോക്ടർ മോഹൻ വർഗീസ് അന്താരാഷ്ട്ര നിരീക്ഷകൻ, അദ്ദേഹം കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങേക്ക് ഈ ഒരു കരാറിനെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്? കാരണം 50% നിന്ന് നേരെ 18% എന്ന് വെച്ചാൽ ചൈനയ്ക്കും അധികമായ ഒരു അഡ്വാൻറ്റേജ്, ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒക്കെ അധികമായ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? ഒരുപക്ഷെ നമുക്കറിയാം, ട്രംപ് ദ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് പോലെ ഇത് ഒരു ശാശ്വതമായിരിക്കുമോ? എത്രത്തോളം ആയുസ് ഇതിനുണ്ടാകും? എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകാൻ സാധ്യത എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? പ്രഥമ ദൃഷ്ടിയ വളരെ സ്വാഗതാർഹമായ ഒരു കരാർ. കാരണം 50% ടാരിഫ് എന്നത് 18% കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആനുകൂല്യമാണ് ലഭിക്കുന്നത്. നോക്കൂ, ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങൾ, അതിന്റെ ആഴത്തിലുള്ള വിശകലനമാണ് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ വേണ്ടത്. നമ്മൾ പൊതുവെ 50 നിന്നും 18 കുറയുന്നു, അതുകൊണ്ട് നമുക്ക് ആശ്വാസമാണ് എന്നത് ഉപരിപ്ലവമായ കാര്യം മാത്രമാണ്. ഈ ഒരു കരാറിനെ അതിന്റെ സമഗ്രതയിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ആകെ വെളിയിൽ വന്ന വിവരങ്ങൾ എല്ലാം തന്നെ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചതും പിന്നെ അല്ലാതെയുള്ള സംസാരത്തിലൂടെ വെളിയിൽ വന്നതുമാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ഏകദേശ സ്ഥിരീകരണം വരുന്നു എന്നതല്ലാതെ ഈ കരാറിന്റെ ആഴതലങ്ങളിലേക്ക്, നെറ്റിഗ്രിറ്റിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ താഴെ പറയുന്നത്, ഞാൻ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളിൽ കാര്യമായ ആശയക്കുഴപ്പം ഉണ്ട്. അതിൽ ഒന്ന് ഈ ട്രേഡ് ക്വാണ്ടം സംബന്ധിച്ചാണ്. കാരണം ഇപ്പോൾ നിലവിൽ ഏതാണ്ട് $131 ബില്യൺ കയറ്റുമതി ഇറക്കുമതി വ്യാപാരമാണ് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ളത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുറവും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുള്ള കയറ്റുമതി കൂടുതലുമാണ്. $86 ബില്യൺ വാർഷിക കയറ്റുമതിയും അതിന്റെ നേരെ പകുതിയോളം ഇറക്കുമതിയുമാണ്. അങ്ങനെ നമുക്കൊരു ഇന്ത്യക്ക് വ്യാപാര മിച്ചമുള്ള ഒരു അനുകൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ട്രേഡ് വാർ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ട്സ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അത് വളരെ വലിയ കോസ്റ്റ്ലി ആയി മാറുന്നു. അതുകൊണ്ട് എക്സ്പോർട്ടേഴ്സിന് ബുദ്ധിമുട്ടാണ്. അതാണ് ഇപ്പോഴത്തെ ക്രൈസിസ് സിറ്റുവേഷൻ. അതിൽ നിന്നും വലിയ ഒരു ആശ്വാസമാണെന്ന് തോന്നാം. പക്ഷേ ഇപ്പോൾ ട്രംപ് പ്രൊജക്ട് ചെയ്യുന്ന ട്രേഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് $500 ബില്യൺ അമേരിക്കൻ കയറ്റുമതി ഇന്ത്യയിലേക്ക് ഉണ്ടാകും. അതിൽ സിംഹഭാഗവും ഊർജവുമായി ബന്ധപ്പെട്ട് ഹൈഡ്രോ കാർബൺ, അതായത് ഈ ക്രൂഡ് ഓയിൽ അല്ല എങ്കിൽ കൽക്കരി, ഇത് രണ്ടും, അതോടൊപ്പം തന്നെ മറ്റ് എനർജി ഉപാധികളും പിന്നെ ക്യാപിറ്റൽ ഗുഡ്സും എല്ലാം ചേർന്ന് കയറ്റുമതിയാണ്. ഇപ്പോൾ നിലവിൽ 46 ബില്യൺ മാത്രമുള്ള കയറ്റുമതി ഞൊടിയിടയിൽ എങ്ങനെയാണ് 500 ബില്യണിലേക്ക് വർദ്ധിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇപ്പോൾ നിലവിലുള്ള 86 ബില്യണിൽ നിന്നും 10 ഇരട്ടിയെങ്കിലുമായി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വ്യാപാര മിച്ചം ഉണ്ടാകൂ. അല്ലെങ്കിൽ നമ്മുടെ വിദേശ നാണയം നഷ്ടപ്പെടും. അമേരിക്കൻ ഇറക്കുമതി മാത്രം സംഭവിക്കുകയും ഇന്ത്യയിൽ നിന്ന് കാര്യമായി കയറ്റുമതി സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ ഉള്ള ബുദ്ധിമുട്ടാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അത് ചങ്കേൽ കൊള്ളുന്ന വിഷയമാണ്. അതായത് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു 0% ടാരിഫാണ് ഇന്ത്യ ചുമത്താൻ പോകുന്നത്. അതായത് അമേരിക്കയിൽ നിന്നും ഈ യഥേഷ്ടം ഇന്ത്യയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് തള്ളാൻ സാധിക്കും. അതെല്ലാ കാര്യത്തിനും ഇന്ത്യ പച്ചക്കൊടി കാട്ടാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ട്രംപ് അങ്ങനെ പറഞ്ഞു എങ്കിൽ പോലും ഏറ്റവും അധികം കീറാമുട്ടിയായി നിൽക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് മൂല്യവർധന വരുത്താത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കാത്ത ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി ആയിരുന്നു ഇന്ത്യയുടേത്. അത് മാറി അമേരിക്കയിൽ ഇപ്പോൾ പറയുന്നത്, ഏതാണ്ട് ധാരണയിലായി എന്ന് പറയപ്പെടുന്നത്, അമേരിക്കയിൽ കാർഷിക വിഭവങ്ങൾ മൂല്യവർധന വരുത്തിയ പാക്കേജ് കമോഡിറ്റീസ് അത് വിതരണമാണ്. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. അതുപോലെ ഡയറി പ്രോഡക്ട്സ്, ഇന്ത്യയിൽ പാലുൽപാദനം വളരെയധികമാണ്. ലോകത്തെ ഏറ്റവും അധികം ഡയറി ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ എന്ന് ഓർക്കണം. അവിടേക്ക് അമേരിക്കയിൽ നിന്നും ഡയറി പ്രോഡക്ട്സും പൗൾട്രി പ്രോഡക്ട്സും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു നമ്മുടെ കർഷകർക്ക്, ക്ഷീര കർഷകർക്കും മറ്റ് കർഷകർക്കും ഉണ്ടാകാൻ പോകുന്ന ബാധ്യത അത് ചില്ലറയല്ല. ഇതൊരു രാഷ്ട്രീയ പ്രത്യാഘാതം കൂടി ഉള്ളതാണ്. അതേക്കുറിച്ച് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്ത്യ ഇപ്പൊ പറയുന്ന പ്രതിപക്ഷം പറയുന്ന കാര്യം, ഇതെല്ലാം പറയേണ്ടത് ആരാണ്? ഇതെല്ലാം പറയേണ്ടത്, പ്രസ്താവന നടത്തേണ്ടത്, രാജ്യത്തോടായി സംസാരിക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയലും ഒക്കെ തന്നെയല്ലേ? ട്രംപിൽ നിന്നും അറിയേണ്ട ഗതികേട് വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു വ്യാപാര കരാറിനെ കുറിച്ച് സുതാര്യമായി രാജ്യത്തെ ആളുകളോട് സംവദിക്കാൻ ഭരണ നേതൃത്വം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഇത് ന്യായമായ ഒരു ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് സെഷൻ ഒരുപക്ഷെ ഈ വിഷയത്തിൽ വളരെയധികം പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വന്ന കരാർ സ്വാഗതാർഹമാണ് എന്ന് പൊതുവെ പറയാമെങ്കിലും
അതിനുള്ള നാൾ വഴികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ട്രംപ് എന്ന വ്യക്തിയുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇന്ത്യ പരമാവധി ശ്രമിച്ചു എന്ന് കാണാം. അപ്പൊ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ കാര്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യങ്ങളാണ് ട്രംപ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരുപക്ഷെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ആത്യന്തിക താല്പര്യങ്ങളാണ് ട്രംപിനെ മുൻനിർത്തി അവര് സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഇന്ത്യക്ക് എത്രത്തോളം ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും എന്നതാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ഒരു കണ്ടീഷണൽ ഡീലാണ്. ഓൺ കണ്ടീഷൻ ദാറ്റ് ഇന്ത്യ സ്ക്രാപ്സ് ദ ഡീൽ വിത്ത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കാം എങ്കിൽ മാത്രമാണ് ഇത് പ്രാവർത്തികമാകുക. അതിനർത്ഥം എന്താ? പരമ്പരാഗതമായി ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ വളരെ ഊഷ്മളമാണ്. ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴും ഇന്ത്യക്ക് ഹൈഡ്രോ കാർബൺ നൽകി കൺസെഷണൽ റേറ്റിൽ ഈ കെറസിൻ, ഡീസൽ, പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നൽകി സഹായിച്ചത് റഷ്യയാണെന്ന് ഓർക്കണം. അത് മാത്രമല്ല റൂബിൾ ടേംസിൽ കച്ചവടം നടത്തി നമ്മുടെ വിദേശ നാണ്യ ശേഖരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ റഷ്യ വ്യാപാര സഹായകമായി. ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയുമായി ഒരുവിധ കച്ചവടവും എണ്ണ കച്ചവടം ഇന്ത്യ നടത്തില്ല എന്ന് മോദി എനിക്ക് ഉറപ്പ് നൽകിയെന്നാണ്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും അനാരോഗ്യപരമായ കാര്യമാണ്. ഘട്ടം ഘട്ടമായി റഷ്യയോടുള്ള എക്സ്പോഷർ കുറച്ചുകൊണ്ടുവരികയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന ഒരുപക്ഷെ ട്രംപിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ന്യായമാണ്. പക്ഷെ പൂർണ്ണമായി ഒരു നിമിഷം റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തിവെച്ചു എന്ന് പറയുന്നത് ഈ ബ്രിക്സിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഇന്ത്യ റഷ്യ ദീർഘകാല വ്യാപാര താല്പര്യങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ജിയോ പൊളിറ്റിക്കൽ റിക്വയർമെന്റ്സ് വളരെ പ്രധാനമാണ്. നാളുകളിൽ അമേരിക്ക എന്താണ് ചെയ്യുന്നത്? എക്കാലത്തും നമ്മുടെ പരിധിയിലുള്ള ഒരു നല്ല ചങ്ങാതിയായ റഷ്യയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഡീൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു ഓപ്പർച്യൂണിസ്റ്റിക് സ്റ്റാൻഡായി ബ്രിക്സിലെ മറ്റു രാജ്യങ്ങൾ, ചൈനയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ഉള്ള രാജ്യങ്ങൾ കാണും. ഇപ്പോൾ ട്രംപിന്റെ പദ്ധതി ഒരുപക്ഷെ അനാവരണം ചെയ്യപ്പെടുന്ന പദ്ധതി ഇതാണ്. വെനിസ്വേല കസ്റ്റഡിയിലായി കഴിഞ്ഞു, മഡുറോയും ഭാര്യയും കസ്റ്റഡിയിലാക്കി കഴിഞ്ഞു. വെനിസ്വേലയിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഭരണകൂടം സ്ഥാപിക്കപ്പെടും, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനിലും നാളുകളിൽ സംഭവിച്ചേക്കാം. അയത്തുള്ള അലി ഖൊമേനിയെ പുറത്താക്കിക്കൊണ്ട് ഒരു അമേരിക്കൻ പാവ ഭരണകൂടം ഇറാനിൽ കൂടി ആയിക്കഴിഞ്ഞാൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇറാനിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും ഇന്ത്യയിലേക്ക് വൻതോതിൽ എണ്ണ കൊണ്ടുവരാം. അതേസമയം അമേരിക്കയ്ക്ക് നേരിട്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അമേരിക്കയിലെ തന്നെ ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ അമേരിക്കയിൽ വർദ്ധിച്ച തോതിലുള്ള ഷെയിൽ എന്ന പ്രത്യേക തരം ഇന്ധനം, ഇതെല്ലാം വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ നയപരമായി ഇന്ത്യ തയ്യാറാവണം. അപ്പൊ അത് സമ്മർദ്ദപ്പെടുത്തി, ഇന്ത്യ എന്ന രാജ്യത്തെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദേശ നയത്തിന്റെ ആണിക്കല്ലായ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന സങ്കല്പത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് നിർബന്ധപൂർവം നിവൃത്തിക്കേടിന്റെ പേരിൽ എത്തിച്ചേരുന്ന കരാറിന് എത്രത്തോളം ദൃഢതയുണ്ടാകും എന്നത് ചിന്തനീയം തന്നെയാണ്. മറ്റൊരു കാര്യം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ട്രംപിൻ്റെ ഒരു ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. എങ്ങനെയാണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇത് ട്രേഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ട്രംപ് സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള അമേരിക്കയുടെ ഈ അടുത്ത കാലത്തുള്ള ചെങ്ങാത്തത്തെക്കുറിച്ച് അങ്ങേക്ക് അറിയാം. അപ്പോൾ ഇന്ത്യയുമായിട്ട് ആ രീതിയിൽ കൂടുതൽ ഇനി അമേരിക്കയും പഴയതുപോലെ ആ ഒരു ബന്ധത്തിന് മുൻപ് ഇന്ത്യയും അമേരിക്കയും എങ്ങനെയായിരുന്നു ബന്ധം, അതുപോലെ ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളിലേക്ക് ഇത് വെളിച്ചം വീശുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങേക്ക് തോന്നുന്നത്? ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വലിയ യൂഫോറിയ ആയിരുന്നു ഇന്ത്യയിൽ. കാരണം ഇന്ത്യയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കും, പാകിസ്ഥാൻ ഒരു ഫാക്ടറേ അല്ല എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് മെയ് മാസം 2025 ഓപ്പറേഷൻ സിന്ധൂർ അരങ്ങേറുന്നത്. ഈ സത്യം പറഞ്ഞാൽ ടേണിംഗ് പോയിന്റായി കണക്കാക്കുന്ന ട്രംപിന്റെ ഈഗോയെ വല്ലാതെ അഫക്ട് ചെയ്ത ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തി എന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുന്ന ക്രിയാത്മകമായ ഒരു നീക്കം. ആ നീക്കത്തെ പാകിസ്ഥാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു, എൻഡോഴ്സ് ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം നിർത്തിവെച്ചത്. പക്ഷെ അതേ കാര്യം ആവർത്തിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യ യുദ്ധം നിർത്തിവെക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് കാര്യമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ഇന്ത്യയുടെ രണ്ട് TGMO തലത്തിൽ നടത്തിയ, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തലത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ തീരുമാനിച്ചു എന്ന് ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഏതാണ്ട് 40-ലധികം പ്രാവശ്യം വിവിധ വേദികളിലായി ട്രംപ് ആവർത്തിച്ച കാര്യമാണ്. ലോക സമാധാനത്തിന് ഭംശമുണ്ടാക്കാനുള്ള ഈ പല യുദ്ധങ്ങളും താൻ നിർത്തി. അതിന് ഏറ്റവും പ്രധാനം രണ്ട് ആണവ ശക്തികളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകാമായിരുന്ന ആണവ യുദ്ധം തന്റെ ഇടപെടൽ നിർത്തിവെച്ചു. അത് നിങ്ങൾക്കൊന്ന് അംഗീകരിച്ചുകൂടെ എന്നാണ്
ട്രംപ് മോദിയോട് ചോദിക്കുന്നത്. വിവിധങ്ങളായ കാരണങ്ങളാൽ ഒരുപക്ഷെ മോദിയുടെ ഈഗോയും ട്രംപിന്റെ ഈഗോയും എല്ലാം തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു, അതുകൊണ്ടാവാം. പക്ഷേ പിന്നീടുണ്ടായ പ്രശ്നമെന്ന് പറയുന്നത് കഠിനമായ ടാരിഫ് ചെയ്യുകയാണ്. അതുവരെ ഇല്ലാതിരുന്ന റഷ്യ വ്യാപാരം അന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മുതലേ റഷ്യയുമായി വ്യാപാരത്തോത് കൂടിക്കൂടി വരികയായിരുന്നു. അന്നൊന്നും ഇല്ലാതിരുന്നു. ഉക്രൈൻ യുദ്ധം ഉണ്ടായിരുന്നു കഴിഞ്ഞ 3.5 വർഷമായി. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ട്രംപിന്റെ ഈഗോ ഹർട്ടായി. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പണം കൊടുത്തുകൊണ്ട് ഇന്ത്യയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ട് റഷ്യക്ക് ലഭിക്കുന്ന തുകയാണ്. ആ തുകയിൽ നിന്നും പണം ചെലവഴിച്ചുകൊണ്ടാണ് ഉക്രൈനെതിരെയുള്ള സൈനിക നീക്കത്തിന് വേണ്ടി റഷ്യ കോപ്പ് കൂട്ടുന്നത്. ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരം താൻ ഇടപെട്ട് അവസാനിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട ചില ഉറപ്പുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്ന് കുറച്ച് ദിവസങ്ങളായി ട്രംപ് പറയുന്നുമുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ട്രംപിന്റെ ഈഗോ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ആരാദ്യം വിളിക്കും എന്നതാണ്. മോദി ട്രംപിനെ വിളിച്ചാൽ ഞങ്ങൾ റെഡിയാണ് എന്ന മട്ടിലായ ഒരു സംസാരം. ഇപ്പോൾ ഇതാ മോദി കഴിഞ്ഞ ദിവസം ട്രംപിനെ വിളിച്ചിരിക്കുന്നു. ട്രംപ് ആ വിളി പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഉടനടി പ്രഖ്യാപിക്കുകയാണ്, ഇതാ ഒരു ഡീൽ എത്തിക്കഴിഞ്ഞു. ഇനി ഔപചാരികതകൾ മാത്രമാണ് ബാക്കി. ഇനി അതിന്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാനുമുണ്ട്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി.